ഗുഡ് മോർണിംഗ്. ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിസവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദറ്റ് ഈസ് വിരിയൽ ആൻഡ് ഇക്വിപാർട്ടീഷൻ തിയറം. ഇക്വിപാർട്ടീഷൻ തിയറം കാനോണിക്കൽ എൻസംബിളിൽ ഈ രണ്ട് തിയറം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിരിയൽ തിയറവും അതുപോലെ ഇക്വിപാർട്ടീഷൻ തിയറവും. അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിരിയൽ ഓഫ് ദ തിയറം എന്നതാണ്. വിരിയൽ ഓഫ് ദ തിയറം, ഒരു സിസ്റ്റത്തിൻ്റെ വിരിയൽ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് സം ഓഫ് each coordinate of the particles, sum of the product of the each coordinate and the respective force acting on them. That is called a virial of the system. Once again, virial of the system can be defined as this is an expectation value of the summation of the product of coordinate of the various particles and the respective force acting on them. This is called a virial of the system. That is denoted by V, that is equal to minus 3 nkt. That is V is equal to minus 3 nkt. That is the virial of the system. It is defined the expectation value of the sum of the product of the coordinate of the various particles in the system and the respective force acting on them. This is called this I from 1 I to 3n and product coordinate of the various particle. അപ്പോൾ ഓരോ പാർട്ടിക്കിളിന് 3 കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ 3n, അപ്പോൾ n പാർട്ടിക്കിൾസ് ആണെങ്കിൽ 3n വേരിയബിൾസ് ഉണ്ട്, 3n വേരിയസ് കോർഡിനേറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ദ സമ്മേഷൻ ഓഫ് ദ അല്ലെങ്കിൽ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ കോർഡിനേറ്റ് ഓഫ് ദ വേരിയസ് പാർട്ടിക്കിൾസ് ആൻഡ് ദ റെസ്പെക്റ്റീവ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദം. പി ഐ ഡോട്ട് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ദ ഫോഴ്സ്. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. So this is the called a virial of the system. Now we have to go into prove this theorem or this relation, that is minus 3 nkt, that is the virial of the system. So first we have to discussing about the we have to determine the value of the or the expectation value of the quantity xi dou h divided by dou st. That is നമ്മൾ ഡിസ്കസ് ചെയ്യാൻ അതിൻ്റെ പ്രൂഫിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് തുടക്കത്തിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാല്യൂ xi dou h divided by dou st എന്ന് പറയുന്നതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടെത്തുക എന്നതാണ് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത്. അപ്പോൾ നോർമലി നമുക്കൊരു ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണാമെന്ന് പറഞ്ഞാൽ വി ആർ യൂസിങ് ഇൻ്റഗ്രൽ xi dou h divided by dou st കാനോണിക്കൽ എൻസംബിൾ വെച്ചിട്ടാണ്. അപ്പോൾ e raised to minus beta h ആൻഡ് d omega beta h d omega divided by integral e raised to minus beta h d omega. ഇതാണ് നമുക്ക് ഒരു ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ xi എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ xi sj എന്നുള്ള രണ്ട് കോർഡിനേറ്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ h എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയനാണ്. ഈ ഹാമിൽട്ടോണിയൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദറ്റ് ഈസ് h ഈസ് എ ഫങ്ഷൻ ഓഫ് q ആൻഡ് p എന്നുള്ള രീതിയിലാണ്. q ആൻഡ് p എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് 3n വേരിയബിൾസ് ഓഫ് ക്യൂവും 3n വേരിയബിൾസ് ഓഫ് പിയും അടങ്ങുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ
ഒരു സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എച്ച് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് 3n വേരിയബിൾസ് ഓഫ് പൊസിഷൻ ഓർ 3n വേരിയബിൾസ് ഓഫ് മൊമെൻറ്റം. ഓക്കെ, ദാറ്റ് ഈസ് മൊത്തം 6n വേരിയബിൾസ് വരുന്ന ഒരു ഹാമിൽട്ടോണിയൻ ആണ്. ഈ 6n വരുന്ന കോർഡിനേറ്റിൻ്റെ അല്ലെങ്കിൽ ഈ 6n കോർഡിനേറ്റാണ് ഇവിടെ വരുന്നത്. ഈ 6nൽ പെട്ട 2 കോർഡിനേറ്റുകൾ മാത്രമാണ് xi sj എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് xi ആൻഡ് sj ആർ എനി 2 കോർഡിനേറ്റ് ഓഫ് ദ 6n generalized coordinate Q and P. അപ്പോൾ സ്വാഭാവികമായിട്ടും എച്ച് എന്ന് പറയുന്നത് എക്സ് ഐനെയും എസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഇത് രണ്ടും പരസ്പരം എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ എ എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഇക്വേഷൻ നമ്പർ എൻ്റെ ന്യൂമറേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എക്സ് ഐ ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ എസ് ജെ ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് എന്നുള്ള വാല്യൂ ഇൻറ്റു ഡി ഒമേഗ. ഇതിന് ഞാനൊന്ന് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എക്സ് ഐ ഡോ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ജെ ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ഡിവൈഡഡ് ബൈ മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഒമേഗ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ റിലേഷൻ നമുക്ക് ചെയ്താൽ ഇത് കിട്ടും എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എക്സ് ഐ അതുപോലെ എഴുതി, ഇതിനെ വിത്ത് റെസ്പെക്റ്റ് ടു എസ് ജെ വെച്ച് നമുക്ക് ഡിഫറൻഷ്യൽ ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ് ഐ ഇവിടെ കൊടുത്തു, ഇതിൽ 1 ബൈ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞത് കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ചിൻ്റെ ഡിഫറൻഷ്യൽ ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? വിത്ത് റെസ്പെക്റ്റ് ടു എസ് ജെ വെച്ചിട്ട് നമുക്ക് ഹാമിൽട്ടോണിയനത്തിന് ഡിഫറൻഷ്യൽ ചെയ്യണം. അതായത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എസ് ജെ എന്ന് പറയുന്നത് ക്യൂ പിയിൽ പെട്ട ഒരു ടേമാണ് നമ്മൾ പറഞ്ഞു. ഈ ക്യൂ പി എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ ഹാമിൽട്ടോണിയൻ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എസ് ജെ. അപ്പോൾ മൈനസ് ബീറ്റ എച്ചിൽ മൈനസ് ബീറ്റ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു, ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ എസ് ജെ. മൈനസ് ബീറ്റയും ഇവിടെ മൈനസ് ബീറ്റയും ക്യാൻസൽ ചെയ്ത് പോയി. എക്സ് ഐ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ എസ് ജെ ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ഇൻറ്റു ഡി ഒമേഗ. അപ്പോൾ ഈ രണ്ട് റിലേഷനും ഈക്വലാണ് എന്ന് നമുക്കറിയാം. ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ നോക്കാം. ഇതിൽ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു എസ് ജെ വെച്ച് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് നമ്മൾ ചെയ്യാണ് വിത്ത് റെസ്പെക്റ്റ് ടു എസ് ജെ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ടേമിൽ നിന്ന്, അതായത് വിത്ത് റെസ്പെക്റ്റ് ടു എസ് ജെ വെച്ച് നമ്മളിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡി എസ് ജെ എന്നുള്ള ടേം, അതായത് എസ് ജെ എന്ന് പറയുന്ന ടേംസുമായിട്ട് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു എസ് ജെ. അപ്പോൾ നമുക്ക് ഈ ഇൻറ്റഗ്രൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എക്സ് ഐ ഡോ ഡിവൈഡ് ബൈ ഡോ എസ് ജെ ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ഡിവൈഡഡ് ബൈ മൈനസ് ബീറ്റ ഇൻറ്റു എസ് ജെ വെച്ചിട്ടാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി എസ് ജെ. ഈ ഡി എസ് ജെ എവിടെ നിന്ന് വരും? നമുക്ക് ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്റ്റ് ടു എസ് ജെ ആണ്. അപ്പോൾ ഡി എസ് ജെ വെച്ച് നമുക്ക് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഡി എസ് ജെ എന്നുള്ള പാർട്ട് ഈ ഡി ഒമേഗ നമുക്ക് എടുക്കേണ്ടി വരും. കാരണം ഒമേഗ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡി ഒമേഗ എന്ന് പറയുന്നത് D3n Q D3n P എന്നുള്ള കോർഡിനേറ്റിനാണ് നമ്മൾ വോളിയം എലമെൻ്റാണ് ഡി ഒമേഗ എന്ന് പറയുന്നത്. അതായത് 6n കോർഡിനേറ്റ് വരുന്ന ഒന്നാണ് വോളിയം എലമെൻറ്റ്. ആ 6nൽ വരുന്ന ഒരു എലമെൻറ്റ് മാത്രമാണ് എസ് ജെ. അപ്പോൾ ആ ഒരു എലമെൻറ്റ്, പർട്ടിക്കുലർ എലമെൻറ്റ് മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി വരുന്ന എലമെൻറ്റ്സ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു ഡി ഒമേഗ ജെ എന്നുള്ള ടേം. അപ്പോൾ ഇത് ഇത് എന്ന് പറയുന്നത് 6n-1 കോർഡിനേറ്റ് വരുന്ന ഒരു വേരിയബിൾ ആയിരിക്കും എന്ത്? ഡി ഒമേഗ ജെ എന്ന് പറയുന്നത്. അതായത് വോളിയം എലമെൻറ്റിൽ എസ് ജെ എന്ന് പറയുന്ന പാർട്ട് ഒഴിച്ച് ബാക്കി വരുന്ന, അല്ലെങ്കിൽ ഡി എസ് ജെ എന്ന് പറയുന്ന പാർട്ട് ഒഴിച്ച് വരുന്ന ബാക്കി എല്ലാ ടേംസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഡി ഒമേഗ ജെ. ദാറ്റ് ഈസ് represented as d omega devoid of ds j.
ഡി എസ് ജെ എന്ന് പറയുന്ന പാർട്ട് ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ ടേംസിനെയാണ് നമ്മൾ ഡി ഒമേഗ ജെ എന്നുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രൽ ചെയ്യേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ടേംസിനാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ഡി ഒമേഗ ജെ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദിസ് വൺ നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന പാർട്ടിൽ വരുന്ന ഒന്നല്ല. കാരണം നമുക്ക് ഡി എസ് ജെ വെച്ചിട്ട് നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡി എസ് ജെ. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടേം മാത്രം നമ്മൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ബൈ പാർട്സ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് ഓൾറെഡി ഒരു ഡിഫറൻഷ്യൽ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. വിത്ത് റെസ്പെക്ട് ടു എസ് ജെ ആണ് അവിടെ ഡിഫറൻഷ്യൽ ചെയ്യേണ്ടത്. നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ടതും വിത്ത് റെസ്പെക്ട് ടു എസ് ജെ ആണ്. സോ നമുക്ക് അവിടെ ഇൻറ്റഗ്രലും ഡിഫറൻഷ്യലും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് ഇ റെസ്റ്റ് ടു മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് ബീറ്റ എന്നുള്ള ടേം വരും ഫ്രം എസ് ജെ ഫ്രം 1 ടു എസ് ജെ ഓഫ് 2 മൈനസ് ഇൻറ്റഗ്രൽ ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡോ എക്സ് ഐ ഡിവൈഡഡ് ബൈ ഡോ എസ് ജെ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സിമിലർ ദിസ് വൺ മൈനസ് 1 ഡിവൈഡ് ബൈ മൈനസ് ബീറ്റ എന്നുള്ള ടേം വരും. അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് എടുത്തു. 1 ഡിവൈഡ് ബൈ ബീറ്റ ഇവിടെ പ്ലസ് ആയിട്ട് മാറും. ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ഡി എസ് ജെ പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഡി ഒമേഗ ജെ എന്നുള്ള ടേം. അത് ഡിഫറൻഷ്യലിൻ്റെ പുറത്ത് നമുക്ക് പാർട്സ് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്ത് വരുന്നൊരു ടേംസാണ്. ഇനി എസ് ജെ 1 എന്ന് പറയുന്നതും എസ് ജെ 2 എന്ന് പറയുന്നതും രണ്ട് എക്സ്ട്രീമം വാല്യൂ ആണ്. എസ് ജിയുടെ എക്സ്ട്രീമം വാല്യൂ ഓഫ് എസ് ജെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ദ ഫസ്റ്റ് ഇൻറ്റഗ്രൽ പാർട്ട് വിൽ ബി 0. കാരണം നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് എസ് ടി എഫ് 2 വരും, പിന്നെ എസ് ടി മൈനസ് 1 വരും. രണ്ട് ടേമും പരസ്പരം 0 ആയതുകൊണ്ട് ആ ടേം നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് പകരം എന്ത് ചെയ്താം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ബീറ്റ ഇൻറ്റഗ്രൽ ഡോ എക്സ് ഐ ഡിവൈഡഡ് ബൈ ഡോ എസ് ജെ ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ഡി എസ് ജെ. ബ്രാക്കറ്റിൻ്റെ ആവശ്യം ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഈ ടേം 0 ആയതുകൊണ്ട് നമുക്ക് ഡി ഒമേഗ ജെ എന്നുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം. ദെൻ ബീറ്റ is equal to 1 by kt, so that is equal to kt integral dou xi divided by dou sj. I is equal to j ആണെങ്കിൽ dou xi divided by dou xi that is equal to 1. I is not equal to j ആണെങ്കിൽ xi sj എന്ന് പറയുന്നത് നമ്മളെ 6n ജനറലൈസ്ഡ് കോർഡിനേറ്റിൽ വരുന്ന രണ്ട് വാല്യൂ ആണ്. അത് രണ്ടും പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ഡിഫറൻഷ്യൽ വാല്യൂ 0 ആയിട്ട് പോകും. സോ ഇതിനെ നമുക്ക് ക്രോണക്കർ ഡെൽറ്റ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡെൽറ്റ ഐ ജെ ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ഡി എസ് ജെ ഡി ഒമേഗ ജെ. ഡി ഒമേഗ ജെ എന്ന് പറഞ്ഞത് ഡി എസ് ടി ഒഴിവാക്കിയിട്ടുള്ള ഭാഗമാണ്. ഈ ഡി എസ് ടിയും കൂടി നമ്മൾ ഇതിന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ വി റൈറ്റ് ദ ഡി ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡി ഒമേഗ, സോ വി ക്യാൻ ടേക്കൺ ഔട്ട്സൈഡ് ഡെൽറ്റ ഐ ജെ കെ ടി integral e raised to minus beta h d omega. This is a numerator value that is equal to integral xi dou h divided by dou sj e raised to minus beta h d omega. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഇത് കിട്ടി. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് xi dou h divided by dou sj that is equal to delta ij kt integral e raised to minus beta h d omega divided by denominator e raised to minus beta h d omega. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് എന്ത് കിട്ടും, that is equal to expectation of xi dou h divided by dou sj that is equal to delta ij kt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ ഫെമിലിയർ റിസൾട്ട്, ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ എസ് ജെ ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ കെ ടി. ഓക്കെ, നൗ എക്സ് ഐ is equal to എസ് ജെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഐ. എസ് ഐ എന്ന് പറയുന്നതും എസ് ജെ എന്ന് പറയുന്നതും പി ഐ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ എസ് ഐ എസ് ജെ ഈക്വൽ ആയതുകൊണ്ട് ഡെൽറ്റ ഐ ജെ ഈക്വൽ ടു 1 ആയിരിക്കും. So expectation value of pi dou h divided by dou pi that is equal to
expectation of Pi by Hamilton canonical equation Qi dot is equal to dou H divided by dou Pi. So this can be written as Qi dot, that is equal to Kt. Okay. Now expectation of sigma I from 1 to 3n Pi Qi dot, that is equal to 3nkt. നമ്മൾ സമ്മേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രം വൺ ടു 3n, അപ്പോൾ 3nkt എന്ന് നമുക്ക് കിട്ടും. സിമിലർലി xi is equal to sj, that is equal to qi. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് qi ഇൻറ്റു ഡോ h ഡിവൈഡഡ് ബൈ ഡോ qi, that is equal to, according to Hamilton canonical equation, that is qi pi dot minus pi dot, that is equal to kt. From this expectation of sigma I from 1 to 3n qi pi dot, that is equal to minus 3nkt. ഈ മൈനസ് ഇങ്ങോട്ടുണ്ടെന്നു, minus 3nkt. So expectation of sigma I from 1 to 3n qi into pi dot is equal to minus 3nkt. This is the virial. For v is equal to minus 3nkt. So this is called the virial of the system. So virial of the system can be defined as the expectation value of the sum of the product of the coordinate of the various particles in the system and the respective force acting on them. That is the virial, that is v, that is equal to minus 3nkt. Okay, this is the virial theorem. Okay, അപ്പോൾ ഇതാണ് virial എന്ന് പറയുന്നത്. Now we are going to discussing about the equipartition theorem. Equipartition theorem. That is, the equipartition theorem or equipartition energy can be defined as the each harmonic term. That is, each harmonic means the each degrees of freedom in the Hamiltonian make a contribution of half kt towards the internal energy of the system and a contribution of half k towards the specific each. This result is embodies the classical theorem of equipartition energy. അതായത് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെയും ഹാഫ് കെ ടിയും ഓരോ ഹാർമോണിക്കിൻ്റെ കേസിൽ, അതുപോലെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഹാഫ് കെയും ആയിട്ടുള്ള ഒരു എന്താ പറയുക ഹാമിൽട്ടോണിയൻ അല്ലെങ്കിൽ ഈച്ച് ഹാർമോണിക് ടേം അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹാഫ് കെ ടിയും സ്പെസിഫിക് ഹീറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹാഫ് കെ ആയിരിക്കും ഫോർ ഓൾ ഹാർമോണിക് ടേം. ഈ ഒരു തിയറത്തിന് പറയുന്ന പേരാണ് ഇക്വിപാർട്ടിഷൻ തിയറം ഓർ ഇക്വിപാർട്ടിഷൻ എനർജി. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാമിൽട്ടോണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. ദാറ്റ് ഈസ് സിഗ്മ എ ജെ പി ജെ സ്ക്വയർ പ്ലസ് സിഗ്മ ബി ജെ ക്യു ജെ സ്ക്വയർ. ഒരു ക്വാഡ്രാറ്റിക് ഫോർമിലുള്ള ഒരു ഹാമിൽട്ടോണിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇയർ ജെ സ്റ്റാർട്ടിങ് ഫ്രം 1 to 3n ആൻഡ് ഇയർ സ്റ്റാർട്ടിങ് ജെ ഫ്രം 1 to 3n. ഓക്കെ, ഇപ്പോൾ പി ജെ ക്യു ജെ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു കനോണിക്കൽ കോൺജുഗേറ്റ് ആയിട്ടുള്ള കോർഡിനേറ്റിനാണ് നമ്മൾ പി ജെ ക്യു ജെ എന്ന് പറയുന്നത്. എയും ബിയും നമ്മൾ പറയുന്നത് ഒരു സെർട്ടൻ കോൺസ്റ്റൻറ്റ്, ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സെർട്ടൻ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏജിനെയും പി ജിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഹാമിൽട്ടോണിയത്തിൽ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഫോമിലുള്ള റിലേഷൻ നമ്മൾ മേക്കപ്പ് ചെയ്തു. പി ജെ ക്യു ജെ എന്നതൊരു ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള കനോണിക്കൽ കോൺജുഗേറ്റ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് ആണെന്നും എ ജെ ബി ജെ എന്നതൊരു സെർട്ടൻ കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഹാമിൽട്ടോണിയത്തിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പി ജെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറൻഷ്യൽ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് സിഗ്മ 2 എ ജെ പി ജെ എന്ന് കിട്ടും. ഓക്കെ, സിഗ്മ എ ജെ പി ജെ എന്ന് കിട്ടും. ദെൻ മൾട്ടിപ്ലൈഡ് ബൈ പി ജെ ഇൻറ്റു ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ പി ജെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, പി ജെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഫ്രം 2
AJ PJ സ്ക്വയർ, AJ PJ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ സിഗ്മ 2 AJ PJ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ ഓക്കെ സമ്മേഷൻ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്യുകയാണ്. ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്യുന്നത്. സോ സമ്മേഷൻ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പി ജെ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ പി ജെ സീക്വൽ ടു 2 AJ PJ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതുപോലെ ഹാമിൽട്ടോണിയത്തിന് നമ്മൾ ക്യൂ ജെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റെപ്രസെൻറ്റ് ചെയ്യുന്നു, ക്യൂ ജെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 BJ QJ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇതിനെ ക്യൂ ജെ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ക്യൂ ജെ ഇൻറ്റു ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ നമുക്ക് കിട്ടുകയാണെങ്കിൽ 2 BJ QJ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഒന്ന് കൂടുതലായിട്ട് നമുക്ക് ചെയ്യില്ല, ക്യൂ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ട് വന്നു. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി സമ്മേഷൻ വേണമെങ്കിൽ കൊടുക്കാം, രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് സമ്മേഷൻ കൊടുക്കണം. അപ്പോൾ സിഗ്മ പി ജെ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ പി ജെ പ്ലസ് സിഗ്മ ക്യൂ ജെ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ എന്ന് പറയുന്നതിന് ഫ്രം ജെ സ്റ്റാർട്ടിങ് ഫ്രം 1 to 3n, ഇയർ ഐ സ്റ്റാർട്ടിങ് ഫ്രം 1 to 3n അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്, സിഗ്മ 2 AJ PJ സ്ക്വയർ പ്ലസ് 2 BJ QJ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 2 കൂടി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും, ജെ സ്റ്റാർട്ടിങ് ഫ്രം 1 to 3n. 2 കൂടി നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ AJ PJ സ്ക്വയർ പ്ലസ് BJ QJ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ദ ഹാമിൽട്ടോണിയൻ. സോ ദിസ് റിലേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ IJ സ്റ്റാർട്ടിങ് ഫ്രം 1 to 3n PJ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ പി ജെ പ്ലസ് ജെ സ്റ്റാർട്ടിങ് ഫ്രം 1 to 3n ക്യൂ ജെ ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ ക്യൂ ജെ that is equal to 2 into h. That is the Hamiltonian. We have already discussed the Hamiltonian is equal to this one. Okay. Ini here h is equal to half into sigma j from 1 to 3n pj dou h divided by dou pj plus sigma j from 1 to 3n qj dou h divided by dou qj. ഓക്കെ, ഇങ്ങനെ കിട്ടി. 1/2 കോമൺ ആയതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് എഴുതിയത്. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എച്ച്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് എന്ന് പറയുമ്പോൾ 1/2 എക്സ്പെക്റ്റേഷൻ ഓഫ് ദിസ് ക്വാണ്ടിറ്റി പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദിസ് ക്വാണ്ടിറ്റി. എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് is equal to 1/2 എക്സ്പെക്റ്റേഷൻ ഓഫ് സിഗ്മ ജെ ഫ്രം 1 to 3n pj ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ pj പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് സിഗ്മ ജെ ഫ്രം 1 to 3n qj ഡോ എച്ച് ഡിവൈഡ് ബൈ ഡോ qj എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് is equal to 1/2 ഇവിടെ നോക്കാം 3nkt എന്ന് വരും. നമ്മൾ വിരിയലിൻ്റെ കേസിൽ ഈ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് ഇതും 3nkt എന്നതുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ 3nkt പ്ലസ് 3nkt എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 6nkt എന്ന് നമുക്ക് എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് is equal to 1/2 6nkt. ഇയർ 6n എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അതായത് ഹാമിൽട്ടോണിയനത്തിന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനാണ് നമ്മൾ എന്താ പറയുക, 6n എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എഫ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ ഞാൻ എഫ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എച്ച് is equal to എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് is equal to 1/2 എഫ് ഇൻറ്റു കെ ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് is equal to 1/2 എഫ് ഇൻറ്റു കെ ടി, വേർ എഫ് ഈസ് ദ നമ്പർ ഓഫ് ഹാർമോണിക് ടേംസ് ഓർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഹാമിൽട്ടോണിയൻ. ഹാമിൽട്ടോണിയത്തിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒന്നിനാണ് എന്താ പറയുക എഫ് എന്ന് പറയുന്നത്. അതായത് ഹാമിൽട്ടോണിയൻ നമ്മൾ ക്യൂവിനെ നമ്മൾ 3n വെച്ചിട്ടും പേജിനെ 3n വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ എന്ന് പറയുന്നത് 6n ആണ്. അപ്പോൾ ഹാമിൽട്ടോണിയത്തിന് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് 6n വേരിയബിൾസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം ഓരോ ഹാർമോണിക് ടേംസും. അപ്പോൾ നമുക്ക് ഇവിടെ 6n ഉണ്ടെങ്കിൽ എഫ് ഹാർമോണിക് ടേംസ് ഉണ്ടെങ്കിൽ ഓരോ ഹാർമോണിക് ടേംസിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഹാഫ് കെ ടി എന്ന് പറയുന്ന എനർജി ആയിരിക്കും.
അതായത് ഈറ്റ് ഹാർമോണിക് ടേംസ്. ഇത് എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാർമോണിക് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഹാർമോണിക് ടേമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹാഫ് KT ആയിരിക്കും ടുവേർഡ്സ് ദ ഇൻറ്റേർണൽ എനർജി. ആൻഡ് ഹാഫ് K എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ദിസ് ഈസ് ദ ഇക്വിപാർട്ടിഷൻ തിയറം. അതായത് എക്സ്പെക്റ്റേഷൻ എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു F ഇൻറ്റു KT എന്ന് കിട്ടി. ദാറ്റ് ഈസ് ദ ഇൻറ്റേർണൽ എനർജി. ദാറ്റ് മീൻസ് F എന്ന് പറയുന്നത് ഇവിടുത്തെ ഹാർമോണിക് ടേംസ് ആണ്. അപ്പോൾ ഓരോ ഹാർമോണിക് ടേംസിനും ഹാർമോണിക് ടേംസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു F ഇൻറ്റു KT എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഓരോ ഹാർമോണിക് ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു KT ആയിരിക്കും. ദിസ് ഈസ് ദ ഇൻറ്റേർണൽ എനർജി. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു K ആയിരിക്കും. ദാറ്റ് ഈസ് CV ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡോ U ഡിവൈഡ് ബൈ ഡോ T. ദിസ് ഈസ് ദ ഇക്വിപാർട്ടിഷൻ തിയറം. അപ്പോൾ ഇതാണ് ഇക്വിപാർട്ടിഷൻ തിയറം എന്ന് പറയുന്നത്. ഈ രണ്ട് തിയറം, വിരിയൽ തിയറവും അതുപോലെ ഇക്വിപാർട്ടിഷൻ തിയറം എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.